ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു ഫംഗ്ഷനാണ്, റിപ്പീറ്റ് ഫംഗ്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എനിക്കൊരു ചോദ്യം വന്നു, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രോഡക്ട്സിനൊക്കെ നമ്മൾ റേറ്റിംഗ്സ് കൊടുക്കാറുണ്ടല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ആ സ്റ്റാർ മാർക്ക് നമ്മുടെ എക്സലിൽ വരുത്തുക എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ തന്നെ പഠിച്ചപ്പോഴാണ് എനിക്ക് ഈ റിപ്പീറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് സ്റ്റാർസ് ഇടാം എന്നുള്ള കാര്യം മനസ്സിലായത്. ഓക്കെ, സ്റ്റാർസ് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിമ്പിൾസ് ഉണ്ടാക്കാൻ സാധിക്കും. മീൻസ് ഈ ഒരു സെല്ലിൽ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എത്ര നമ്പർ അനുസരിച്ച്, ഇപ്പോൾ സെയിൽസിന് 15 ആണ് സെയിൽസ് ഉള്ളതെങ്കിൽ അതിന് ഇവിടെ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇഷ്ടമുള്ള സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസെൽ ചാർട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നമ്മൾ യൂഷ്വലി വലിയ ചാർട്ടൊക്കെ ആയിട്ടാണല്ലോ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അതല്ലാണ്ട് നമുക്ക് സെല്ലിൻ്റെ ഉള്ളിൽ ഈ ഒരു നമ്പറിനനുസരിച്ച് ഈ ഒരു സെല്ലിലേക്ക് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ്, നമ്മുടെ ഡാറ്റ നമുക്ക് പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ പ്രോഡക്ട്സ് ഉണ്ട്, നമുക്ക് P1 to P8 വരെയുള്ള പ്രോഡക്ട്സും അതിൻ്റെ സെയിൽസ്, ഇത് ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഇവിടെ സെല്ല് ചെയ്തു എന്നുള്ള കണക്കുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഞാൻ ഈ ഒരു സെല്ലിലാണ് റിപ്പീറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. REPT അത്രയേ ഉള്ളൂ, വരുന്നുണ്ട് കണ്ടല്ലോ. അപ്പോൾ അതൊന്ന് പാരന്തസിസ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് കാണാം. ആർഗ്യുമെൻറ്റ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിനു മുൻപേ ഞാൻ ഈ ഫംഗ്ഷൻ എന്താണെന്നൊന്ന് പറയാം. അതായത് ഇതൊരു ലോജിക്കൽ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ക്യാരക്ടേഴ്സിനെ എത്ര നമ്പർ ഓഫ് ടൈംസ് വേണോ അത്ര റിപ്പീറ്റ് ചെയ്തിട്ട് കാണിക്കുകയാണ് ചെയ്യുക. അത് കൂടുതൽ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക. ഈ ആർഗ്യുമെൻറ്റ്സിനെ ഒന്ന് പരിചയപ്പെടാം. ടെക്സ്റ്റ് ആണ് ആദ്യത്തെ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന എന്തുമാവാം. ഓക്കെ, നമുക്ക് എന്താണോ റിപ്പീറ്റ് ചെയ്ത് കാണേണ്ടത് ആ സംഭവമാണ് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ടെക്സ്റ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്താണ്, കോഡ്സിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മളത് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ. ഇനി നമ്പർ ടൈംസ്, അതായത് എത്ര ടൈംസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ സെയിൽസ് എന്നുള്ളത് 15 ടൈംസ് എനിക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 15ൻ്റെ സെല്ലോ അല്ലെങ്കിൽ ആ നമ്പറോ എത്ര ടൈംസ് വേണം എന്നുള്ള ആ നമ്പറോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ ഞാനിവിടെ കോഡ്സിൻ്റെ ഉള്ളിൽ എനിക്കിവിടെ വേണ്ടത് പൈപ്പ് ലൈൻ, ആ ഒരു ഐ പോലെയുള്ള ഒരു സിമ്പിൾ. ഓക്കെ, എൻ്റർ കീൻ്റെ തൊട്ട് മേലെ ഉണ്ടാവും. അപ്പോൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ആ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ കോഡ്സ് ക്ലോസ് ചെയ്യുന്നു. ഇനി കോമ ഇടുക. ദെൻ നമ്പർ ഓഫ് ടൈംസ് ആണുള്ളത്. അപ്പോൾ എനിക്ക് ഈ സെയിൽസിൻ്റെ ഈ നമ്പറാണ് വേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ പാരന്തസിസ് ക്ലോസ് ചെയ്ത് കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. കണ്ടോ, ഇത് എത്രണ്ണം ഉണ്ടോ ഇത് 15 ടൈംസ് വന്നിട്ടുണ്ടാവും. മനസ്സിലായോ. അപ്പോൾ എത്ര നമ്പർ ഉണ്ടോ അത്രയും ടൈംസ് ഇത് വന്നിട്ടുണ്ട്. ഇനി താഴേക്ക് ഫോർമുല കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ സെല്ലുകളിലേക്കും നമ്പറിനനുസരിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് സെല്ലിലേക്ക് വരിക. ഈ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫോണ്ടിലേക്ക് പോവുക. ഓക്കെ, ഫോണ്ടിൻ്റെ ആ ഗ്രൂപ്പിലേക്ക് പോവുക. എന്നിട്ട് ഇവിടെ പ്ലേ ബിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ട് ഉണ്ട്. ഓക്കെ, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഈ ഒരു ഫോണ്ടിലേക്ക് ഇത് വന്നു. ഇനി എല്ലാ സെല്ലിലേക്കും കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇനി ഞാൻ നമ്മുടെ ഈ സെല്ലിൽ വന്നിട്ട്, അതായത് ഫസ്റ്റ് സെല്ലിൽ വന്നിട്ട് ഇതൊന്ന് ബോൾഡ് ആക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ സൈസ് ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിട്ടുള്ള ചാർട്ടിൻ്റെ ഫോമിലേക്ക് തന്നെ ഇത് മാറി അല്ലേ. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, കംപ്ലീറ്റ് സെൽസിലേക്കും നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫോമാറ്റിലേക്ക് മാറി അല്ലേ. അതായത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ഏത് പ്രോഡക്റ്റിനാണ് കൂടുതൽ സെയിൽ ഉള്ളതെന്നൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ. ഇത് നിങ്ങൾ ഡാഷ്ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അതിലേക്കൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിൽ നമുക്ക് വേറെയും കാര്യങ്ങൾ ചെയ്യാം. അതായത് നമുക്കിതിൽ വേണമെങ്കിൽ കളേഴ്സ് കൊടുക്കാം. അതായത് ഞാനിപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോൺ കളർ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, അത് മാത്രമല്ല നമുക്ക് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. അതായത് ഈ ഒരു സംഭവം സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടീഷണൽ ഫോമാറ്റിങ്ങിലേക്ക് പോവാം. ദെൻ നമുക്ക് ന്യൂ റൂള് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോമാറ്റ് എന്നുള്ളതാണ്. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഈക്വൽ ടു സിമ്പിൾ ഇടുന്നു. ദെൻ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം അത് ഗ്രേറ്റർ ആണോ 20നെക്കാട്ടും എന്ന് നോക്കുകയാണ്. ഓക്കെ, 20നെക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ ഞാൻ ഫോൺ കളറ് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഗ്രേറ്റർ ആയ സെൽസ് എല്ലാം 20 എബവ് ഉള്ള സെൽസ് എല്ലാം ഒരു റെഡ് കളറിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഡോളർ സൈൻ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട, കാരണം നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല അല്ലേ. അപ്പോൾ ആ ഡോളർ സൈനിനെ ഒന്ന് നമ്മൾ മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫോമാറ്റിൽ പോയിട്ട് ഇവിടെ കളർ എന്നുള്ളിടത്തിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അഗെയിൻ ഓക്കെ. കണ്ടോ, നമുക്ക് 20 എബവ് ഉള്ള സെൽസ് കംപ്ലീറ്റും റെഡിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻസെൽ ചാർട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് മനസ്സിലായി. ഇനിയിപ്പോൾ
ഇതിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സിമ്പിൾസ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ അതുവരെ നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ അറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം. അറ്റ് സിമ്പിളാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഫുള്ള് അറ്റ് സിമ്പിളിലേക്ക് തന്നെ വരും. ഇനി ഇത് ഫോമുല താഴേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിമ്പിൾസ് ഇതിലേക്ക് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അത് തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേറൊരു അടിപൊളി യൂസ് ഉണ്ട്. അതായത് നമ്മൾ പ്രോഡക്ട്സിൻ്റെ ഒക്കെ റേറ്റിംഗ് ഇടാറുണ്ടല്ലോ അല്ലേ, എംപ്ലോയീസിനാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് റേറ്റിംഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട്, അതായത് ആ സ്റ്റാർ മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സംഭവം REPT എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം. അതായത് നമ്മളെ ഇൻസേർട്ട് ടാബിൽ പോയിട്ട് നമുക്കിവിടെ സിമ്പിൾ എന്നുള്ള ഈ ഒരു സൈഡിലായിട്ട് സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണ്ട, ഇവിടെയാണ് നമ്മുടെ സ്റ്റാർ ഉള്ളത്. ഇതാണ് നമ്മൾ യൂഷ്വലി റേറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാർ അല്ലേ. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്യാരക്ടർ കോഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അല്ലേ. 171 ആണ് ഇതിൻ്റെ ക്യാരക്ടർ കോഡ്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഫോമുല ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, REPT ടൈപ്പ് ചെയ്യുകയാണ്. ദെൻ നമ്മുടെ പാരന്തസിസ് ഓപ്പൺ ചെയ്യുന്നു. ഇനി ക്യാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ അഗെയിൻ പാരന്തസിസ് ഓപ്പൺ ചെയ്യുക. നമ്മളിപ്പോൾ അവിടെ കണ്ട ടെക്സ്റ്റിന് ആ ക്യാരക്ടർ ഉണ്ടല്ലോ 171 എന്ന് പറഞ്ഞിട്ടുള്ള അതിവിടെ ടൈപ്പ് ചെയ്യുക. ദെൻ അഗെയിൻ ക്ലോസ് ചെയ്യുക, കോമ ഇടുക. ഇനി നമ്മൾ എത്ര റിപ്പീറ്റേഷനാണ് വേണ്ടത്, 3 അല്ലേ. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ പാരന്തസിസ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിമ്പിളായിരിക്കും നമുക്ക് വരിക. ഹോം ടാബിൽ പോവുക. ദെൻ നമ്മുടെ ഈ ഫോണ്ട് ഉണ്ടല്ലോ അതൊന്ന് നോക്കുക. അതിൽ വിൻഡിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ട് ഉണ്ട്. ആ ഫോണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇതാ ലാസ്റ്റ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റാർ സിമ്പിൾ ഇടുന്നത്. ഫോമുല കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ സ്റ്റാർ സിമ്പിൾ റെഡി ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫോൺ കളറാണ് മാറ്റേണ്ടത്, അത് ഓർമ്മിക്കുക. ഓക്കെ, ഫോൺ കളർ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറാണ് ഞാൻ കൊടുക്കുന്നത്. കണ്ടോ, അപ്പോൾ ഫോൺ കളറൊക്കെ മാറ്റി ഇങ്ങനെയുള്ള ഒരു സ്റ്റൈലിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാം. ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഇഷ്ടമുള്ള സിമ്പിൾസ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഒരുപാട് സിമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സാഡ് ഫേസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടർ കോഡ് എന്ന് പറയുന്നത് 76 ആണ്. അപ്പോൾ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ ഈ ഇക്വേഷൻ ഇവിടെ ഇടുകയാണ്. പാരന്തസിസ് ഓപ്പൺ ചെയ്യുന്നു. ക്യാർ 76 ആണ്. അത് പാരന്തസിസിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ദെൻ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, കോമ ഇടുന്നു. ദെൻ നമ്മുടെ എത്ര റിപ്പീറ്റേഷനാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പാരന്തസിസ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സിമ്പിളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എന്തിൽ പോകണം, വിൻഡിങ്സിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് കണ്ട സ്മൈലി ഫേസ് വരുന്നുണ്ട്, ആ ഒരു ഇമോജി വരുന്നുണ്ട്. വിൻഡിങ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫേസിലേക്ക് ഇത് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മൈലി ഫേസിന് നമുക്ക് കളർ വേറെ എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കളറും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.